സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തപ്പിള്ളിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 12 ബുധനാഴ്ച. നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം എക്കാലത്തും എതിർ സ്വരങ്ങൾക്കു നേരെ കൂടിയ വാതിലുകൾ തുറന്നു വച്ചിട്ടുണ്ട്. വിയോജിപ്പിൻ്റെ സ്വരങ്ങളെ നിശബ്ദമാക്കാനോ അവഗണിക്കാനോ ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിൽ നിഴൽ വീഴുക സാധാരണമാണ്. അതിനിർണായക ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ സർക്കാർ മൗനം പാലിക്കുന്നത് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ഫലശൂന്യമാക്കുന്നതായി നാം അറിയുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ എത്താത്തതിനെ തുടർന്നുള്ള പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ശ്രീമാൻ CP രാധാകൃഷ്ണൻ ഒരാഴ്ച മുമ്പ് നടത്തിയ അസാധാരണ ഇടപെടൽ അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഒപ്പം നിന്നുള്ള പ്രതികരണം കൂടിയായി അത് മാറുന്നുണ്ട്. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണങ്ങളെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തുക, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുവാദം കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമാക്കുക, രാമക്ഷേത്ര സംഭാവനക്കുള്ള വിഷയം ചർച്ച ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഈ സമ്മേളന ആരംഭം മുതൽ പ്രതിപക്ഷം ഉന്നയിച്ചു വരികയാണെങ്കിലും അവയെ പൂർണ്ണമായി അവഗണിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിട്ടതിന് മറുപടി പറയാൻ അമിത് ഷാ സഭയിലെത്തണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നതോടെ വർഷകാല സമ്മേളനത്തിൻ്റെ 3-ാം ആഴ്ചയിലും ഇനി ഒരു ദിവസം കൂടിയേ പാർലമെൻറ്റ് കൂടുന്നുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെട്ടു വരികയാണ്. അമിത് ഷാ പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിൻ്റെ ഓഫീസിൽ പതിവായി എത്തുന്നുണ്ടെങ്കിലും സഭയിൽ വരുന്നില്ല എന്നുള്ള കാര്യത്തിൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി സഭയിലെത്തുന്നതിലും എത്താതിരിക്കുന്നതിലും ശബ്ദം ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സഭയിലെത്തണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അമിത് ഷായെ അറിയിക്കാൻ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭ ചെയർമാൻ വ്യാഴാഴ്ച അഭ്യർത്ഥിച്ചത്. സഭയിൽ എന്തു മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവിന് നിർദ്ദേശിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാണ് റിജു പ്രതിരോധിക്കാൻ ഒരു വൃഥാശ്രമം നടത്തിയത്. അപ്പോഴും ചെയർമാൻ ഇടപെട്ടു. ഈ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് 12 ഇന്നെങ്കിലും അദ്ദേഹം സഭയിലെത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. തുടർച്ചയായി 17-18 ദിവസമാണ് അദ്ദേഹം സഭയിലെത്താതിരിക്കുന്നത്. ഇത് കടുത്ത അവകാശ ലംഘനങ്ങളും ജനാധിപത്യത്തിനോടുള്ള നിഷേധവുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർലമെൻറ്റിനെ പോലും അധികാര രാഷ്ട്രീയം നോക്കുകുത്തിയാക്കുമ്പോൾ നാം നെഞ്ചേറ്റുന്ന ജനാധിപത്യത്തിലാണ് വിള്ളൽ വീഴുന്നത്. പാർലമെൻറ്റിലെ വിയോജന സ്വരങ്ങൾ നിശബ്ദമാക്കപ്പെടുകയും ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന് ഒരു തരത്തിലും ഭൂഷണമല്ല. പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ബില്ലുകൾ ചർച്ചയില്ലാതെ പാസ്സാക്കേണ്ടി വരുന്നതും ദൗർഭാഗ്യകരം തന്നെ. ബഹളം നടക്കുമ്പോൾ സുപ്രധാന ബില്ലുകൾ ചർച്ച ചെയ്യാതെ പാസ്സാക്കുന്നതിൽ ആ രീതി സഭയിലെ അവകാശങ്ങളുടെ മാത്രമല്ല ഭരണഘടനയുടെ അന്തസത്തക്ക് തന്നെ ലംഘനമാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഭരണപക്ഷം സംവാദ സാധ്യതകളുടെ വേരറുക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് കരുതപ്പെടുന്ന പാർലമെൻറ്റിലാണ് നിഴൽ വീഴുന്നത്. അധികാര സ്ഥാനങ്ങളിലുള്ളവർക്ക് പ്രിയമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ജനാധിപത്യമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവുമെന്ന് തോന്നുന്നില്ല. ചോദ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കലല്ല, സുതാര്യമായ ഇടപെടലാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ
സ്വഭാവമാകേണ്ടത്. സുതാര്യതയാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സ്വഭാവമാകേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനാധിപത്യത്തോടുള്ള അവഹേളനം കൂടുതൽ ആപൽക്കരമാകുമ്പോൾ അത് നാം വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനാലാണ് പ്രതിപക്ഷം ഇത്തരം ബഹളം വെക്കുന്നതും ഒക്കെ. ഈ മാസം 13 വരെയാണ്, അതായത് നാളെ വരെയാണ് വർഷകാല സമ്മേളനം നടക്കുന്നത്. നിർണായകമായ AFCR ഭേദഗതി ബിൽ ഉൾപ്പെടെ സഭയിൽ എത്തുമെന്ന് പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. ആശയ സംവാദത്തിനുള്ള അവസരം കൂടിയാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അവഗണനയും അസാന്നിധ്യവും മൂലം ഓരോ ദിവസം പാർലമെൻറ്റിൽ മുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ സഭയിൽ എത്തേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമല്ല, മറിച്ച് ജനാധിപത്യത്തിൻ്റെയും ജനത്തിൻ്റെയും കൂടി ആവശ്യമായി തീരുന്നു. ജനങ്ങൾക്ക് വേണ്ടി സഭാംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം നമുക്ക് നിരീക്ഷിക്കാതെ വയ്യ. BJP എന്ന കേരളം ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ പിടി അയഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു. പാർട്ടി പ്രതിരോധത്തിലാവുന്നു. ഈ വർഷകാല സമ്മേളനത്തിൽ ഒരു ദിവസം പോലും ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമല്ല. അവരെ ഭയം ഗ്രസിച്ചിരിക്കുന്നു എന്ന് നാം കരുതുന്നു. ഇതൊക്കെ പ്രതിപക്ഷത്തെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നുമുണ്ട്. അവർ തങ്ങളുടെ ഭാവി ഭാസുരമാണെന്ന് സ്വപ്നം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ശരിയാവാനും സാധ്യതയുണ്ടെന്ന് നാം ഈ അവസരത്തിൽ കരുതേണ്ടി വരും. പ്രസിദ്ധ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ലീഡറായ ടവറിംഗ് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ലീഡർ ജോൺ ലൂയിസ് പറഞ്ഞൊരു വാചകം ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയുടെ ആദ്യ ഭാഗം നമുക്കിവിടെ പൂർത്തിയാക്കാം. When you see something that is not right, not fair, not just, you have to speak up, you have to say something, you have to do something എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇതിങ്ങനെ തുടരാൻ ആവില്ല. അമിത്ഷാ സഭയിൽ വരികയും പ്രസംഗമല്ല ഒരു പ്രസ്താവന നടത്തുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് അദ്ദേഹം ചെയ്യുമെന്ന്, നാളെ ഒരു ദിവസം കൂടിയുണ്ട്, ചെയ്യുമെന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പാക്കാം. ഇനി നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. കൊലപാതകമടക്കം വിവിധ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് കേരള പോലീസിൻ്റെ തൊപ്പിയിലെ പൊൻതൂവലും സമൂഹത്തിന് ശക്തമായൊരു സന്ദേശവുമാണ് നൽകുന്നത്. ഗുണ്ടകളെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് പാഠം ഉൾക്കൊള്ളാൻ. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വന്നപ്പോഴാണ് അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയുമൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോറ്റി വളർത്തിയ CPM പിന്നീട് തള്ളിപ്പറഞ്ഞെങ്കിലും അർജുൻ ആയങ്കി ഈ അറസ്റ്റിന് തൊട്ടു മുമ്പ് വരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൻ്റെ പാർട്ടി പശ്ചാത്തലം നിരന്തരം പറഞ്ഞ് നകളിച്ചുകൊണ്ടിരുന്നു. അർജുൻ ആയങ്കിയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും അയാൾ കൊട്ടേഷ സംഘാംഗമാണെന്നും CPMത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. CPMന് വേണ്ടി ജയിലിൽ കിടന്ന കാര്യം വരെ ഓർമ്മപ്പെടുത്തിയാണ് അർജുൻ ആയങ്കി സാമൂഹിക മാധ്യമത്തിലൂടെ ഇതിനോട് പ്രതികരിച്ചത്. പിന്തുണച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് എന്ന വികാരഭരിതമായ ആവശ്യവും അയാൾ ഉന്നയിച്ചു. ക്രിമിനൽ സംഘാംഗങ്ങളെ പരിപാലിക്കുന്ന പ്രവർത്തന രീതിയുടെ വിളവ് കൊയ്യുകയാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് നാമധേയം പേറുന്ന പ്രബല രാഷ്ട്രീയ കക്ഷി, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി. അതേതാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. കോതമംഗലം CIA
ഭീഷണിപ്പെടുത്തിയതോടുകൂടിയാണ് അർജുനെ പിടിക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചു തുടങ്ങിയത്. ഊന്നുകൽ പോലീസ് ഇൻസ്പെക്ടറെയും ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്തു. ഇതേ തുടർന്ന് കഴിയുമെങ്കിൽ പിടിക്കൂ എന്ന് അർജുൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും പോലീസിനെയും വെല്ലുവിളിച്ചു. ഇതോടെ ഇയാളെ പിടിക്കാൻ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. പോലീസിനെ വെല്ലുവിളിക്കുന്നത് സമൂഹത്തെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് എന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP മിസ്റ്റർ P. വിജയൻ്റെ അഭിപ്രായ പ്രകടനം അക്ഷരം പ്രതി ശരിയാണ്. അർജുൻ ആയങ്കിയെ പിടികൂടാൻ പോലീസ് പ്രകടിപ്പിച്ച അത്യുത്സാഹത്തിൻ്റെ കാര്യകാരണങ്ങൾ ഈ നിരീക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്ന ആഭ്യന്തര മന്ത്രിയുടെ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവവും പ്രതീക്ഷ പകരുന്നുണ്ട്. ഗുണ്ടകൾക്കെതിരെ കേരള പോലീസ് തുടക്കമിട്ട ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പരിപാടി ഓപ്പറേഷൻ തൂഫാന് ശേഷം നല്ല രീതിയിൽ രണ്ടും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നമുക്ക് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. ഗുണ്ടകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്ന വമ്പൻ പിന്തുണ കൂടി നാം ഈ അവസരത്തിൽ നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. ഗൗരവ സ്വഭാവമുള്ള കേസുകൾ നിലനിൽക്കുമ്പോഴും അർജുൻ ആയങ്കിക്ക് സൈബർ ലോകത്ത് ലഭിച്ചത് വലിയ പിന്തുണയാണെന്ന റിപ്പോർട്ടുകൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അറസ്റ്റിന് തൊട്ട് മുമ്പ് വരെ പോലീസിനെ വെല്ലുവിളിച്ച ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മണിക്കൂറുകൾക്കകം ആയിരക്കണക്കിന് ലൈക്കും കമൻറ്റുമാണ് കിട്ടിയത്. എന്നാൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഇയാൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞതോടുകൂടി ഇയാളുടെ പത്തി താന്നു എന്ന് നാം കരുതേണ്ടി വരും. ഇപ്പോൾ CPM തള്ളിപ്പറഞ്ഞിട്ടും ഇയാളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന ചിലരുണ്ട്. കൂട്ടത്തിൽ DYFI ഭാരവാഹികൾ വരെ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇത് വളരെ ജനങ്ങളെ അലോസരപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഗുണ്ടകൾ നാട് ഭരിക്കുന്ന ഒരു കാലം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഗുണ്ടകളുടെ ഫലം തന്നെ ചെയ്യുന്നുണ്ട്. ആരോടും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒരക്ഷരം സംസാരിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് നമ്മൾ നിരീക്ഷിക്കുന്നത് മാത്രമല്ല, പോലീസ് നമ്മളോട് പറയുന്ന കാര്യം കൂടിയാണ്. നമ്മൾ എതിർഭാഗത്ത് നിൽക്കുന്ന കക്ഷിയുടെ മനോനില എന്താണെന്ന് നമുക്ക് അളക്കാൻ യാതൊരു സംവിധാനവുമില്ല. എന്തായാലും കേരള സർക്കാർ, ആഭ്യന്തരമന്ത്രി എന്നിവർ ഇക്കാര്യത്തിൽ എടുത്ത നടപടികൾ വളരെ സ്വാഗതാർഹമാണ്. രാഷ്ട്രീയത്തിൻ്റെ നിയന്ത്രണമില്ലെങ്കിൽ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാസമ്പന്നരും കാര്യപ്രാപ്തിയുമുള്ളവരുമായ കേരള പോലീസ് എന്തായാലും അവർക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തിൽ ഈ ഗുണ്ടകളെ എല്ലാം അർജുനായങ്കിയെയും ആകാശ് തില്ലങ്കേരിയെയും അതുപോലെ നാമധേയമുള്ള ഒരുപാട് ഗുണ്ടകളെയൊക്കെ നിലക്ക് നിർത്തുകയും ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് തികച്ചും സ്വാഗതാർഹമാണ്. അവരെ അഭിനന്ദിക്കേ നമുക്ക് മതിയാവൂ. വീഡിയോ അവസാനിക്കുകയാണ്. ഒരു മഹത്വചനം കൂടി നമുക്ക് ഓർത്തുകൊണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. When anti-social elements challenge the state, they are not merely breaking laws. They are attempting to replace the rule of law with the rule of fear. അവർ ഭയം വിതക്കുകയാണ് എല്ലായിടത്തും. ഇത് നമുക്ക് അനുവദിച്ചുകൂടാ എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാനും താല്പര്യപ്പെടുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.